നമ്മുടെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെയൊക്കെ ജീവിതത്തിൽ അനേകം വീഴ്ചകൾ ഉണ്ടായിട്ട് വീഴ്ചകൾ അനവധിയാണ്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം അനേകം പരാജയങ്ങൾ നുണഞ്ഞവരാണ്. ഇപ്പൊ നമ്മൾ തന്നെ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തിട്ടാണ് കാശ്യപാശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ എന്തെല്ലാം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അതൊക്കെ സ്വാഭാവികമാണ്. അനേകം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ് എന്നുള്ള പറച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. അപ്പോ ആ പരാജയങ്ങളൊന്നും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മാറ്റുന്നതിന് ഒരു കാരണമായി മാറിയതേയില്ല. ചെറിയ കാര്യങ്ങളിലെ വീഴ്ച കാണുമ്പോൾ ഭൂരിഭാഗം പേരും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നതാണ് ഞാനിപ്പോൾ കാണാറുള്ളത്. എന്താ നിങ്ങളിപ്പോൾ പഴയ കാര്യം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാലേ അതൊരു വലിയ പരാജയമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി, അയ്യോ അത് പ്രയാസമായിപ്പോയി, അതുകൊണ്ട് ഞാൻ അത് വിട്ടു, ഇപ്പോൾ വേറെ പരിപാടി തുടങ്ങുകയാണ്. അങ്ങനെ ജീവിതത്തിൽ അനേകം പരിപാടികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം ജീവിതത്തിൽ ഓരോരോ പരിപാടികൾ തുടങ്ങുക, അവസാനിപ്പിക്കുക. ഇഡ്ഡലി കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അടയുടെ കച്ചവടം നടത്തുന്നു, അതും പരാജയപ്പെടുന്ന സമയത്ത് മറ്റ് എന്തെങ്കിലും ഒരു പദ്ധതിക്ക് പോകുന്നു. അതിന് പകരം ഒരിടത്ത് ഒരു കുഴി കുഴിച്ച് ധാരാളം അടിയിലേക്ക് കുഴിച്ചു പോയാൽ നമുക്കൊരു കിണറുണ്ടാക്കാൻ സാധിക്കും. അതുപോലെയാണ് ദൃഢനിശ്ചയമുള്ള ആളുകളുടെ ജീവിതം. അവർ ജീവിതത്തിൽ തെറ്റുവരാതെ മുന്നോട്ട് പോകുന്നു. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത്. അവയെ അപഗ്രഥിച്ച് തെറ്റുകൾ ആവർത്തിക്കാതെ നൂതനമായ പദ്ധതികളുമായി തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക.